നമസ്കാരം. ലോകം കണ്ട ഏറ്റവും ഭീകരമായ യുദ്ധം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ഇതിലും മികച്ച വിശേഷണം നൽകുവാൻ സാധിക്കില്ല. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതിന് പിന്നാലെ ആരംഭിച്ച രണ്ടാം ലോക മഹായുദ്ധത്തിൽ 72 ദശലക്ഷം പേരാണ് ഇരകളായി മാറിയത്. ഇതിൽ 24 ദശലക്ഷം പേർ സൈനികരായിരുന്നു. 70-ലേറെ രാജ്യങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കെടുത്ത ഈ മഹായുദ്ധത്തിൽ അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ബെൽജിയം, കാനഡ, കോസ്റ്റാറിക്ക, ക്യൂബ, ചെക്കോസ്ലോവാക്യ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, എൽ സാവഡോർ, ഗ്രീസ്, ഗോട്ടിമാല, ഹെയ്ത്തി, ഹോണ്ടുറാസ്, ബ്രിട്ടീഷ് അധിനിവേശ ഇന്ത്യ, ലക്സംബർഗ്, നെതർലാൻഡ്സ്, ന്യൂസിലാൻഡ്, നിക്കരാഗ്വ, നോർവേ, പനാമ, പോളണ്ട്, ദക്ഷിണാഫ്രിക്ക, യൂഗോസ്ലാവിയ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ട സഖ്യകക്ഷികൾ ജർമ്മനി, ജപ്പാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ നേതൃത്വം നൽകിയ അച്ചുതണ്ട് ശക്തികളെ പരാജയപ്പെടുത്തുകയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ എല്ലാ ഭാഗവും പോർക്കളമായപ്പോൾ ബ്രിട്ടൻ്റെ അധികാരപരിധിയിലുണ്ടായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും നാട്ടുരാജ്യങ്ങളും ഉൾപ്പെടുന്ന ബ്രിട്ടീഷ് ഇന്ത്യയും ബ്രിട്ടനും ഒരുമിച്ച് നിന്നുകൊണ്ട് ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്തു. 1945 ജപ്പാന്റെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷ് കോളനികളായ സിംഗപ്പൂരിനെയും ഹോങ്കോങ്ങിനെയും സ്വതന്ത്രമാക്കുന്നതിൽ ഇന്ത്യൻ സൈന്യം പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഇന്ത്യൻ സൈനികർ ഇല്ലായിരുന്നുവെങ്കിൽ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളെ അതിജീവിക്കുവാൻ ബ്രിട്ടന് സാധിക്കില്ലായിരുന്നുവെന്ന് മുൻ ബ്രിട്ടീഷ് ഫീൽഡ് മാർഷലും ബ്രിട്ടീഷ് ഇന്ത്യയുടെ കരസേനാ മേധാവിയുമായിരുന്ന സർ ക്ലൗഡ് ഓച്ചിൻലേക്ക് പറഞ്ഞിട്ടുണ്ട്. പോരാട്ടം ഏറ്റവും ശക്തമായിരുന്ന കാലത്ത് ഏതാണ്ട് 25 ലക്ഷം ഇന്ത്യൻ സൈനികർ ലോകമെങ്ങും യുദ്ധം ചെയ്തിരുന്നതായി പറയപ്പെടുന്നു. ഇന്നത്തെ പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ പ്രദേശങ്ങളിൽ നിന്നുൾപ്പെടെ 87,000-ത്തിലധികം ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത്. ലോകത്ത് പരിചിതമല്ലായിരുന്ന പല രീതികളും അല്ലെങ്കിൽ പല പരിശോധനകളും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഉടലെടുത്തു. കാരണം ആ കാലഘട്ടം ചാരന്മാരുടെയും വിശ്വാസ വഞ്ചകരുടെയും കൂടിയായിരുന്നു. ആര് കൂടെയുണ്ടെന്നോ ആര് കൂറുമാറിയെന്നോ ആർക്കും അറിയാത്ത കാലം. അന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരെയെല്ലാം ഈ ഭീതി ഗ്രസിച്ചിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വിവിധ മിലിറ്ററി ഇന്റലിജൻസ് യൂണിറ്റുകൾ വ്യാപകമായി സത്യം തെളിയിക്കാൻ ഉപയോഗിച്ച പരിശോധനയാണ് നാർക്കോ അനാലിസിസ്. ചോദ്യം ചെയ്യപ്പെടുന്ന ആളിൻ്റെ ശരീരത്തിലേക്ക് ഒരു മെഡിക്കൽ വിദഗ്ധൻ സോഡിയം പെൻറ്റോതാൽ അല്ലെങ്കിൽ സോഡിയം അമിതാൽ തുടങ്ങിയ രാസവസ്തുക്കൾ കടത്തിവിടും. ട്രൂത്ത് സിറം എന്നും ഈ രാസവസ്തുക്കൾ അറിയപ്പെടുന്നു. ഇവ ശരീരത്തിൽ പ്രയോഗിക്കപ്പെടുന്നതോടെ വ്യക്തി അർദ്ധബോധാവസ്ഥയിലേക്ക് കടക്കും. ഈ അവസ്ഥയിൽ ചിന്തിച്ച് കള്ളം പറയുവാനും മാറ്റിപ്പറയുവാനുമുള്ള ശേഷി കുറയുമെന്നും ആൾ സത്യം പറയുമെന്നുമാണ് വിദഗ്ധർ പറയുന്നത്. ഇന്ന് നുണപരിശോധന നടത്തുന്നതിനായി നാർക്കോ അനാലിസിസ് ഉൾപ്പെടെ പ്രധാനമായും 3 ടെസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു പരിശോധനയാണ് പോളിഗ്രാഫ് ടെസ്റ്റ്. പോളിഗ്രാഫിനെ ലൈ ഡിറ്റക്ടർ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഒരു വ്യക്തിയുടെ ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, ശ്വസനത്തിൻ്റെ തോത് തുടങ്ങിയവ സെൻസറുകൾ ഉപയോഗിച്ച് അളക്കും. ഇതിനിടയിൽ ചോദ്യം ചെയ്യൽ നടത്തും. ഒരാൾ കള്ളം പറയുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ സംഗതികളിൽ വ്യത്യാസം വരുമെന്നും അതനുസരിച്ച് പറയുന്നത് നുണയാണെന്ന് മനസ്സിലാക്കാം എന്നതുമാണ് ഈ പരിശോധനയുടെ അടിസ്ഥാനം. മൂന്നാമത്തെ രീതി ബ്രെയിൻ മാപ്പിംഗ് ആണ്. മുഖത്തും കഴുത്തിലും സ്ഥാപിക്കുന്ന ഇലക്ട്രോഡുകൾ വഴി ചോദ്യം ചെയ്യപ്പെടേണ്ട വ്യക്തിയുടെ ന്യൂറൽ ഘടന വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. ബ്രെയിൻ വേവുകൾ അഥവാ വ്യക്തിയുടെ ന്യൂറോൺ തരംഗം അളന്നാണ് ബ്രെയിൻ മാപ്പിംഗ് സത്യം തെളിയിക്കുന്നത്. ബ്രെയിൻ മാപ്പിങ്ങിന് വിധേയനാകുന്ന ഒരാൾ ഒരു വ്യക്തിയെ അറിയില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് നേരത്തെ കള്ളം പറഞ്ഞു എന്നിരിക്കട്ടെ. ബ്രെയിൻ മാപ്പിംഗ് സംവിധാനം സ്ഥാപിച്ച ശേഷം ആ വ്യക്തിയുടെ ചിത്രമോ ശബ്ദമോ പെട്ടെന്ന് ഇയാളെ കാണിക്കും. അപ്പോൾ ഇയാളുടെ ശരീരത്ത് വ്യത്യസ്തമായ ബ്രെയിൻ വേവ് പ്രസരിക്കും. ഇത് ഇയാൾക്ക് ആ വ്യക്തിയെ അറിയാമെന്ന സൂചനയാണ് നൽകുന്നത്. ലൈ ഡിറ്റക്ഷൻ ടെസ്റ്റുകളുടെ ഫലപ്രാപ്തി സംബന്ധിച്ച് പലരും ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. കൃത്യതയുടെ കാര്യത്തിൽ ഉറപ്പില്ലാത്ത ഈ പരിശോധനയിൽ തെറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ചില വിദഗ്ധർ പറയുന്നു. ഒരു വ്യക്തിയുടെ അടിസ്ഥാന അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് ഇത്തരം പരിശോധനകളെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും പറയുന്നു. ഏതായാലും ഒരു വ്യക്തിയുടെ പൂർണ്ണ സമ്മതം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ നുണപരിശോധന നടത്തുവാൻ അന്വേഷണ ഏജൻസികൾക്ക് ഇന്ന് അവകാശമുള്ളൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are
Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.